നമസ്കാരം. ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് വന്ധ്യത? വന്ധ്യതയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാമത് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി, രണ്ടാമത് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി. പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ 6 മുതൽ 1 വർഷം വരെയുള്ള ദാമ്പത്യ ജീവിതത്തിന് ശേഷവും ഗർഭം ധരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്നാൽ ഒരു തവണ ഗർഭം ധരിക്കുകയോ അതിനുശേഷം അബോർഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞുണ്ടാവാതിരിക്കുകയും അതല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഗർഭം ധരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ കാരണങ്ങൾ കൊണ്ടും പുരുഷന്മാരുടെ കാരണങ്ങൾ കൊണ്ടും വന്ധ്യത ഉണ്ടാവാം. അതിൽ നമുക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓവറി അഥവാ അണ്ഡാശയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അണ്ഡാശയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായ PCOD, ഓവറിയൻ ട്യൂമേഴ്സ് തുടങ്ങിയവയാണ് പൊതുവായി കണ്ടുവരുന്നത്. ഇതിൽ PCOD എന്നാൽ അണ്ഡാശയത്തിൽ കാണപ്പെടുന്ന കുമിളകളാണ്. ഇത് സാധാരണഗതിയിൽ നടക്കുന്ന അണ്ഡോൽപാദനത്തെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറഗുലറായി കാണുന്ന മെൻസസ്, അമിതവണ്ണം, കഴുത്തിലെ കറുത്ത പാടുകൾ, അമിതമായിട്ടുള്ള രോമ വളർച്ച തുടങ്ങിയവ PCODയുടെ ലക്ഷണങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് യൂട്രസുമായി ബന്ധപ്പെട്ട അഥവാ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. യൂട്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗർഭപാത്രത്തിന്റെ ജന്മനാലുള്ള വൈകല്യങ്ങൾ, അതല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ കാണുന്ന മുഴകൾ തുടങ്ങിയവ ഇതിൽ ചിലതാണ്. ഇത് ശരിയായ രീതിയിൽ ബീജസംയോഗം നടക്കുന്നതിനോ അതല്ലെങ്കിൽ അബോർഷൻ സംഭവിക്കുന്നതിനോ കാരണമായേക്കാം. ഇനി മറ്റൊന്ന് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഹോർമോണുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതാണ് തൈറോയ്ഡ് രോഗം. അതുകൂടാതെ FSH, LH, പ്രൊലാക്റ്റിൻ തുടങ്ങിയ സ്ത്രീ ഹോർമോണുകളുടെ അളവിലുള്ള വ്യതിയാനം. ഇത്തരം കാര്യങ്ങളും അബോർഷനോ അതല്ലെങ്കിൽ അണ്ഡോൽപാദനം നടക്കാതിരിക്കുന്നതിനോ കാരണമായേക്കാം. പിന്നെ സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റു വിഷയങ്ങളാണ് ട്യൂബൽ ബ്ലോക്ക്, അണുബാധ, ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയവ. ഇനി പുരുഷന്മാരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പുരുഷന്മാരിൽ പ്രധാനമായി കണ്ടുവരുന്നത് ബീജോൽപാദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ബീജത്തിന്റെ അളവിലുള്ള കുറവ്, ബീജത്തിന്റെ ചലനശേഷിക്കുറവ്, മറ്റു പ്രശ്നങ്ങളായ ലൈംഗിക ശേഷിക്കുറവ്, ഹോർമോൺ പ്രശ്നങ്ങൾ, വാരിക്കോസീൽ തുടങ്ങിയവയാണ് പുരുഷന്മാരിൽ പ്രധാനമായി കാണപ്പെടുന്നത്. ടെസ്റ്റിസ് അഥവാ വൃഷ്ണം ആണ് ബീജത്തിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ടെസ്റ്റിസിന് ബാധിക്കുന്ന ഏതൊരു പ്രശ്നങ്ങളും പുരുഷ വന്ധ്യതയ്ക്ക് കാരണമാകാം. ടെസ്റ്റിസിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളായ മംസ് പോലുള്ള രോഗങ്ങൾ മൂലമുണ്ടാകുന്ന അണുബാധ, മദ്യപാനം, സ്മോക്കിംഗ്, ഇഞ്ചുറി, റേഡിയേഷൻ, സ്ട്രെസ് തുടങ്ങിയവ ടെസ്റ്റിസിന്റെ പ്രവർത്തനത്തെ ബാധിക്കാം. ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകളിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ ഹോർമോൺ ടെസ്റ്റുകളും ഓവുലേഷൻ സ്റ്റഡിയും USG സ്കാനിങ് തുടങ്ങിയവയാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് സെമൻ അനാലിസിസും ഹോർമോൺ സ്റ്റഡിയും USG സ്കാനിങ്, സ്ക്രോട്ടത്തിന്റെ USG സ്കാനിങ്ങുമാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഹോമിയോപ്പതിയിലുള്ള ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏതെല്ലാം രീതിയിലാണെന്ന് നോക്കാം. ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് വളരെ ലളിതമാണ്. മാത്രമല്ല ഹോമിയോപ്പതി ചികിത്സയിൽ യാതൊരുവിധ കൃത്രിമ മാർഗങ്ങളും സ്വീകരിക്കാതെ തികച്ചും നാച്ചുറലായിട്ടുള്ള മരുന്നുകൾ മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ചികിത്സ വളരെ സുരക്ഷിതവും പാർശ്വഫലങ്ങളില്ലാത്തതും വളരെ വേഗത്തിൽ തന്നെ ഫലം കാണുന്ന ഒന്നുമാണ്. എന്നാൽ മറ്റു മേഖലകളിലെ ചികിത്സ വളരെ സങ്കീർണമായതും കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ളതും പാർശ്വഫലങ്ങളുള്ളതും അതുപോലെ തന്നെ വളരെ ചിലവേറിയതുമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ അത്തരം ചികിത്സകളിൽ ആദ്യഘട്ടങ്ങളിൽ മരുന്നുകൾ കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും സാവധാനം അത് മറ്റു സങ്കീർണ ഘട്ടങ്ങളായ IOE, IVF, ICSI തുടങ്ങിയ സങ്കീർണമായ ഘട്ടങ്ങളിലേക്ക് പോവുകയാണ് പതിവ്.
മാത്രവുമല്ല അതിലും പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അടുത്ത ഘട്ടങ്ങളായ ഫാസ്റ്റ് ഫ്രീസിംഗ്, ടിസ്സ, മൈക്രോ ടിസ്സ തുടങ്ങിയ അതിസങ്കീർണമായ മാർഗങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. മാർഗങ്ങൾ സങ്കീർണമാവും തോറും ചിലവ് കൂടിക്കൊണ്ടേയിരിക്കും. മാത്രവുമല്ല പാർശ്വഫലവും സമയനഷ്ടവും. എന്നാൽ ഹോമിയോപ്പതി ചികിത്സ രോഗിയുടെ രോഗലക്ഷണങ്ങളും പാസ്റ്റ് ഹിസ്റ്ററിയും പ്രസന്റ് ഹിസ്റ്ററിയും സ്ട്രെസ് ഹിസ്റ്ററിയും മെഡിക്കൽ റിപ്പോർട്ടുകളും തുടങ്ങിയവ വിശദമായി പരിശോധിച്ച് രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുക്കുക എന്ന ഒരേ ഒരു മാർഗമാണ് സ്വീകരിക്കുന്നത്. ഇതിൽ വളരെയധികം എഫക്റ്റീവ്നെസ് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ വിജയ ശതമാനം വളരെ കൂടുതലാണെന്ന് പരിചയസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണമായി വിവിധ ചികിത്സകൾ നടത്തി പരാജയപ്പെട്ട് പലതവണ അബോഷനുകളായി നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന രോഗികൾക്ക് സാധാരണ രീതിയിലുള്ള ഹോമിയോപ്പതിക് മെഡിസിനുകൾ കൊടുക്കുകയും വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് 2-3 മാസങ്ങൾ കൊണ്ട് ഗർഭം ധരിക്കുകയും തുടർന്ന് യാതൊരു കൃത്രിമ മാർഗങ്ങളില്ലാതെ ഹോമിയോപ്പതിക് മെഡിസിനിലൂടെ മാത്രം ചികിത്സ നടത്തി വളരെ പോസിറ്റീവായ റിസൾട്ട് കാണുന്നത് ധാരാളമുണ്ട്. മാത്രമല്ല PCOD പോലുള്ള അണ്ടോൽപാദന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴും ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുത്തതിൻ്റെ 2-3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഓവുലേഷൻ നടക്കുകയും പോസിറ്റീവായ റിസൾട്ട് കാണുകയും ചെയ്യുന്നതും വളരെ അധികമാണ്. 50 മുതൽ 60% വരെ കേസുകളിലും ഇത്തരം രീതിയിൽ പോസിറ്റീവായ റിസൾട്ട് വളരെ വേഗത്തിൽ നടക്കുന്നതാണ്. ചുരുക്കം ചില കേസുകളിൽ കാലതാമസം ഉണ്ടായേക്കാം. ഹോമിയോപ്പതി ചികിത്സയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കറക്റ്റായി കഴിഞ്ഞാൽ പിന്നീടുള്ള ഗർഭധാരണം യാതൊരു ചികിത്സയുമില്ലാതെ വളരെ നാച്ചുറലായിട്ട് തന്നെ സംഭവിക്കാം. ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക അഥവാ ഹോമിയോപ്പതിക് ഔഷധശാസ്ത്രത്തിൽ അണ്ഡാശയത്തിൽ പ്രവർത്തനശേഷിയുള്ള ഏകദേശം 300ഓളം മെഡിസിനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗർഭാശയത്തിൽ പ്രവർത്തനശേഷിയുള്ളത് 400ഉം ഹോർമോൺ ഗ്ലാൻഡുകളിൽ പ്രവർത്തനശേഷിയുള്ളത് 600ൽ പരവും മെഡിസിനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക ഇത്രയും വിശാലമായത് കൊണ്ട് തന്നെ ഓരോ കേസിനും ഏറ്റവും അനുയോജ്യമായ മരുന്ന് കണ്ടെത്താൻ ഇന്ന് ഹോമിയോപ്പതിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയറുകൾ ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഹോമിയോപ്പതി ചികിത്സയിലേക്ക് പലരും എത്തിച്ചേരുന്നത് നിരവധി ചികിത്സകൾ ചെയ്ത് പരാജയപ്പെട്ട് ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്ന ശേഷമായിരിക്കും. എന്നാൽ പോലും ഇത്തരം കേസുകളിലെ വിജയ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സമ്പത്തും സമയവും ആരോഗ്യവും നഷ്ടപ്പെടുത്താതെ തുടക്കത്തിൽ തന്നെ ഹോമിയോപ്പതിയെ സമീപിക്കുന്നതല്ലേ നല്ലത്? ഹോമിയോപ്പതിയുടെ പിതാവായ ഡോക്ടർ സാമുവൽ ഹാനിമാൻ തൻ്റെ ഓർഗൺ ഓഫ് മെഡിസിൻ അധ്യായം 2 ഇങ്ങനെ പറയുന്നു: The highest ideal of cure is the rapid, gentle and permanent restoration of health in the shortest, most reliable and most harmless way. അതായത് മാതൃകാപരമായ രോഗശമനം എന്നത് അതിവേഗത്തിലും ലളിതമായ രീതിയിലും ആരോഗ്യത്തെ ശാശ്വതമായി പുനഃസ്ഥാപിക്കലാണ്. മാത്രമല്ല അത് ഏറ്റവും ഹ്രസ്വമായതും വിശ്വസനീയമായതും ഹാനികരമല്ലാത്തതുമായ ചികിത്സയിലൂടെ ആയിരിക്കണം. ഈ വിശേഷണങ്ങളെല്ലാം ഒത്തിണക്കിയാണ് ഡോക്ടർ സാമുവൽ ഹാനിമാൻ ഹോമിയോപ്പതിയെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ വിശ്വാസമർപ്പിക്കൂ, വിജയം സുനിശ്ചിതമാണ്. നന്ദി, നമസ്കാരം.